ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 27. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഗിസയിലും അനുമോളും തമ്മിലുള്ള വഴക്കാണ് കേട്ടോ. അവർ ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ എപ്പോഴും വഴക്കാണ്. പക്ഷേ ഇന്നത്തെ വഴക്ക് എന്തിൻ്റെ പേരിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ നേരെ പോയി ഗിസയിലിൻ്റെ മുഖത്ത് മീൻസ് ചുണ്ടത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് വടിച്ചെടുത്ത് ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗിസയിലിന് അത് ഭയങ്കരമായിട്ട് വേദന എടുത്തു. ഗിസയിൽ നല്ല രീതിയിൽ പുഷ് ചെയ്തു. ഇതാണ് ആക്ച്വലി അവിടെ നടന്നത്. അതിനെ പറ്റിയിട്ടുള്ള സംഭാഷണങ്ങളാണ് അവിടെ വീട്ടിൽ മൊത്തം അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത്. ഗിസയിൽ ഒരു മൂലക്ക് പോയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അനുമോള് ഞാൻ ചെയ്ത് ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ചെയ്ത കാര്യം ന്യായീകരിച്ചുകൊണ്ടാണ് അനുമോൾ അവിടെ നടക്കുന്നത് കേട്ടോ. എന്നിട്ട് അവസാനം ഭയങ്കര പ്രശ്നങ്ങളാണ്. നെവിൻ അതിൻ്റെ ഇടയിൽ ഇടപെട്ട് നെവിനും ഗിസയിലും പോയിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി ബിഗ് ബോസിൻ്റെ അടുത്ത് നീതി തേടുന്നുണ്ട്. അങ്ങനെ അവസാനം നെവിൻ ഇപ്പോൾ പുറത്തായി. അത് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം അവിടെ എന്താ നടന്നതെന്നുള്ളത്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അനുമോൾ ആൻഡ് ഗിസൈൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ പ്രശ്നം ഭയങ്കര വലുതായിരിക്കുകയാണ്. അവർ ഭയങ്കര ഫൈറ്റായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചേക്കാണ്. ആക്ച്വലി ബിഗ് ബോസ് എന്തിനാണ് അനുമോളെ ഇങ്ങനെ സേവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അനുമോള് ഈ കാണിച്ചത് ഭയങ്കര പോക്രത്തരാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ മുഖത്ത് പോയി ഇങ്ങനെ ഓരോന്ന് കാണിക്കുക എന്നുള്ളത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ. വേറെ ആരെങ്കിലാണ് അനുമോളോട് ഇത് കാണിച്ചിരുന്നെങ്കിൽ അത് ആഗോള പ്രശ്നമായേനെ. പക്ഷേ ഗിസൈലിനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനുമോൾക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നണേ ഇല്ല. അനുമോള് ഈ കൺഫെഷൻ റൂമിൽ കയറുന്ന വരെ ഒന്ന് ഗിസൈലിൻ്റെ ഒരു സോറി പറയാം, അതൊന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അനുമോൾ അവിടെ ഇരുന്ന് സോറി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അനുമോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആക്ച്വലി എനിക്ക് അനുമോളെയാണ് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് അനുമോളുടെ സംസാരമൊന്നും എനിക്ക് തീരെ ഇഷ്ടാവില്ല. അനുമോൾ ഇന്ന് കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് പറയാം, ഗിസയിൽ ഭയങ്കര ഡ്രാമ കളിക്കുകയാണ്, ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, ഇതിന് കരയാൻ മാത്രമൊന്നുമില്ലല്ലോ എന്ന്. ആരാ ഈ പറയണത്? 24 മണിക്കൂർ എന്ത് ചെറിയ കാര്യം വന്നാലും കരയണ അനുമോളാണ് ഗിസൈലിൻ്റെ അടുത്ത് പറയണത്. അനുമോൾ കരയുമ്പോൾ അത് ഇമോഷനും, ബാക്കിയുള്ളവർ കരയുമ്പോൾ അതൊരു ഡ്രാമയും. സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് കാണുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ ഇതെന്ത് ലോജിക്കാണെന്നുള്ളത്. അതേപോലെ തന്നെ ഗിസൈൽ അവിടെ ബിഗ് ബോസിൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു. അനുമോൾ കരയുമ്പോൾ അത് വേറെ രീതിയും ഞാൻ കരയുമ്പോൾ അത് ഡ്രാമയും, അതെങ്ങനെയാണ് ബിഗ് ബോസ് ശരിയാവണമെന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നം അവർ ബിഗ് ബോസിൻ്റെ ബോർഡ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ ഒരു പ്രോബ്ലം എന്തായാലും അവതരിപ്പിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്.